ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ ഏത് എണ്ണത്തോണിലേക്കാ മാറ്റുന്നതെന്ന് തീരുമാനിക്കുന്ന ആള് ദേ ഇപ്പൊ വരും. എനിക്കൊരു ധൃതിയില്ലെന്നേ, ഇഷ്ടംപോലെ സമയമുണ്ട്. ആ പിന്നെ ഭക്ഷണമൊക്കെ സമയത്ത് വാങ്ങിച്ചു തന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ വയലന്റ് ആണ്. പതുക്കെ ഇവിടെ വരെ പോയ പോരെ ചേട്ടാ? എത്രയായി? 50. ഞാൻ ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ നിൽക്കാം, ഞാൻ മേടിച്ചിട്ട് വരാം. ഓ, എനിക്കൊരു ചായ കുടിക്കണമായിരുന്നു മോളെ. ഞാൻ പാലും കൂടി മേടിച്ചോണ്ട് വരാം, എന്നിട്ട് വീട്ടിൽ ചെന്ന് ചായ ഇട്ട് തരാം. ഓ ചേട്ടാ എടുത്തോ, ഞാനിപ്പോ വരാവേ. അച്ഛാ, ഇതെങ്ങോട്ട് പോയി? ഇനി ചായ തിരക്കി എങ്ങോട്ടെങ്കിലും പോയതാണോ? ഇത്ര പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? അച്ഛാ, അച്ഛാ, ഏട്ടത്തിയമ്മയോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കും? ആശനറിഞ്ഞ പുലിവലാകുമല്ലോ. അതെ, എനിക്കൊരാൾ കാണണമായിരുന്നു. ആരെ കാണാനാ? എനിക്ക് ഏട്ടത്തിയമ്മ കളക്ടർ ശാലിനി മേഡത്തൊന്ന് കാണണമായിരുന്നു. മാഡം ബിസിയാണല്ലോ. അല്ല, കമലം കാണാൻ വന്നെന്ന് പറഞ്ഞാൽ മതി, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ മാഡം ഫ്രീ ആവുന്നവരെ വെയിറ്റ് ചെയ്യാലോ, അത്യാവശ്യമല്ലേ? അയ്യോ, എനിക്ക് സ്കൂൾ ഓട്ടം ഉള്ളതാ, അത് മാഡത്തിന് അറിയാം. ഒന്ന് പറയോ പ്ലീസ് പ്ലീസ്. അറിയാലോ, ഞാൻ മാഡത്തിന്റെ ഹസ്ബൻഡായ വിഷ്ണു സാറിന്റെ ഫ്രണ്ടാ. മാഡം. ഹലോ മാഡം. ഹനു, DRC കമ്പനിക്കാർ കൊണ്ടുവന്നതിന്റെ റിക്വസ്റ്റ് ഫോം പ്രിന്റ് ഔട്ട് ആക്കി എടുക്കാൻ പറ്റില്ലേ? എടുക്കാം മാഡം. എന്നാ പിന്നെ അതിന്റെ പ്രിന്റ് ഔട്ട് 1-2 എടുത്തോ. അത് കാണിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബ്ലോക്ക് ചെയ്യാം. ശരി മാഡം. പിന്നെ മാഡം, വിഷ്ണു സാറിന്റെ ഫ്രണ്ട് കമലൻ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അത്യാവശ്യമാണെന്നാ പറയുന്നേ. എന്താ വേണ്ടത്? എന്നാ പിന്നെ അനു ആ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് പോരാ, അത് വന്നാലേ ബാക്കി ജോലി നടക്കൂ. അതുവരെ കമലിനോട് വന്നോളാൻ പറയൂ. ഓക്കെ മാഡം. എന്താ പറഞ്ഞേ? മാഡം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടത്തിയമ്മേ, അല്ല മാഡം. കമലം വരൂ, ഇരിക്കെ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഞാനും നിന്ന് കേട്ടോളാം. അയ്യോ വേണ്ട വേണ്ട. എന്നാ ഇരിക്കും. പറ, എന്തിനാ കാണണോന്ന് പറഞ്ഞേ? എന്റെ ആശന്റെ കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ആശൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. ആശൻ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് ബുദ്ധിമുട്ട്? അതിപ്പോ എന്താണെന്നും എനിക്കറിയില്ല, പക്ഷെ കോടതിയിൽ നിന്ന് വന്നപ്പോ ആശന് വല്ലാത്ത പരിവേശവും വെള്ളദാഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ആശാൻ കാണിച്ചു. എനിക്കെന്നെ അത് കണ്ടിട്ട് പേടിയായി. ഞാൻ ഹോസ്പിറ്റലിൽ പോണെന്ന് വരെ ചോദിച്ചു, പക്ഷെ ആശാൻ സമ്മതിച്ചില്ല. എന്തോ ചൂടെടുക്കുന്നെന്ന് പറഞ്ഞ് ഐസെടുത്ത് മുഖത്ത് വെക്കും നെറ്റി വെക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഏടത്തെ ആശാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം, ഒരു വിശദമായ ഒരു ചെക്കപ്പ് നടത്തണം. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞേക്കല്ലേ, പിന്നെ എനിക്ക് കിടക്കപ്പൊറുതി ഉണ്ടാവില്ല. ഇത്
ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതാ ഞാൻ നേരിട്ട് വന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷ്ണുവേട്ടനെ കൊണ്ടുപോയിക്കോളാം. ആ ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. ശരി അടുത്ത്. ഞാൻ ആശാന്റെ പ്രശ്നങ്ങൾ എന്താന്ന് ഇതോടെ കണ്ടുപിടിച്ചാ മതിയായിരുന്നു. മാഡം ഇതാ ഫയല്. അല്ല എന്തു പറ്റി മാഡം? മുൻപ് കണ്ട സന്തോഷമൊന്നും മുഖത്തിപ്പോ ഇല്ലല്ലോ. കമലൻ വന്നത് സങ്കടപ്പെടുത്തുന്ന വല്ല വിവരം പറയാനായിരുന്നോ? വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടാനോ? അത് പറയാനാ കമലൻ വന്നത്. മാഡം ഒളിക്കുന്നു എന്ന് പറയുമ്പോ എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതെന്താണെന്ന് പറയുന്നുമില്ല. ഹോസ്പിറ്റലിൽ പോവാന്ന് കമലൻ പറഞ്ഞിട്ടൊട്ട് കൂട്ടാക്കുന്നുമില്ല. എന്നോട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാനാ കമല ഇപ്പൊ വന്നത്. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട മാഡം. എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ശരിയാ, കാണിക്കണം. എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകണം? ദാ, ഈ സുഖവാസ കേന്ദ്രത്തിലേക്ക് നിന്നെ ഒന്ന് പതിപ്പിച്ചെടുക്കാന്ന് ഞങ്ങളുടെ മുതലാളി പറഞ്ഞു. ഞങ്ങൾക്ക് മോലാളി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നിന്റെ മോലാളിക്ക് പിന്നെ ജീവിക്കണ്ടടാ. ആരാണ് ജീവിക്കുന്നതെന്നും മരിക്കുന്നതെന്നൊക്കെ ഇന്നറിയാം. ഈ സുഖവാസ കേന്ദ്രത്തിലെ സ്വർഗമുണ്ട് നരകമുണ്ട്. നിന്നെ ഏതിലാ ഇടുന്നതെന്നേ മുതലാളിയാ തീരുമാനിക്കുന്നത്. തീരുമാനിച്ചോട്ടെ, എനിക്കൊരു വിരോധവും ഇല്ല. എനിക്കിതൊക്കെ ശീലമാടാ. 4 ഇടി കിട്ടിയ 4 കുതിരച്ചാട്ടവും ചാടി ഒരു പച്ചമുട്ടയില് നല്ലെണ്ണ ഒഴിച്ച് ഞാൻ എന്റേതായ ഒരു ആക്ഷൻ അങ്ങെടുക്കും. ഇടിയുടെ ക്ഷീണമൊക്കെ അവിടെ നിൽക്കും. നീയൊക്കെ പിന്നെ എത്ര ഇടി ഇടിച്ചാലും എനിക്കത് ഏക്കത്തുമില്ലടാ. തൽക്കാലം നീ ഇവിടെ കിടക്ക. നിന്നെ ഏത് എണ്ണത്തോണിലേക്കാ മാറ്റുന്നതെന്ന് തീരുമാനിക്കുന്ന ആള് ദേ ഇപ്പൊ വരും. എനിക്കൊരു ധൃതിയില്ലെന്നേ, ഇഷ്ടംപോലെ സമയമുണ്ട്. ആ പിന്നെ ഭക്ഷണമൊക്കെ സമയത്ത് വാങ്ങിച്ചു തന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ വയലന്റാ.